ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോ രാജുവേട്ടൻ നമ്മൾ വിളിക്കുന്നുട്ടാ. എന്താണോ കാര്യം? രാജുവേട്ടാ, എന്താ വിളിച്ചേ? എന്താ കാര്യം? എടാ ജാക്കേ, അത് പിന്നെ നമ്മുടെ ഷോറൂമിലെ ഒരു പുതിയ കാർ വന്നു. അതാണ് RGB സ്കോർപിയോ. നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യ്, ആ കാർ പോയിട്ട് മേടിച്ചോണ്ട് പോവാ. എന്തുട്ട് RGB സ്കോർപിയോയാ? അതെന്താ സംഭവം? എടാ ജാക്കേ, ഈ RGB സ്കോർപിയോ എന്ന് പറഞ്ഞാലേ ആ വണ്ടിയിൽ എല്ലാ തരം കളർ ഉണ്ടാവും. പച്ച, നീല, മഞ്ഞ, ചോപ്പ്, എല്ലാ കളറും മിക്സ് ചെയ്ത ഒരു വണ്ടിയാ. അത് ശരി, ഒരു റെയിൻബോ കളർ പോലെ അങ്ങനത്തെ വണ്ടിയില്ലേ? എന്നാ ശരി, ഞാൻ പോയിട്ട് പർച്ചേസ് ചെയ്യാം. ആടെ ജാക്കേ, വേഗാവ്, വേഗം പോയിട്ട് ആ കാർ പർച്ചേസ് ചെയ്യ്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മേടിച്ചോണ്ട് പോവേ. ആ രാജോട്ടാ, അതിപ്പോ സീനില്ല, ഞാൻ ഇപ്പൊ തന്നെ പോയിട്ട് ആ കാർ മേടിക്കാം. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഇഷ്ടം പോലെ കാറുണ്ട് കേട്ടാ. ഫോർച്യൂണർ, താറ്, ബൊളേരോ, സ്വിഫ്റ്റ്, ഇഷ്ടം പോലെ കാറുണ്ട്. എന്നിട്ട് നമ്മുടെ രാജുവേട്ടന് RGB സ്കോർപിയോ വേണമെന്നാ പറയണേ. അതിപ്പോ സീനില്ലേ, ഒരു കാറങ്ങ് മേടിക്കാം. നമുക്കപ്പോ ഒരു കാര്യം ചെയ്യാം, ഈ സ്വിഫ്റ്റ് എടുത്തിട്ടേ നേരെ ഷോറൂമിലേക്ക് പോവാം. ഓ, ഈ ബൈക്കുകാരൻ, ഇയാളെ എവിടെ നോക്കിട്ടാ വണ്ടി ഓടിക്കണേ? അല്ല ചേട്ടാ, നിങ്ങൾ അന്തരാണോ? എന്നാ പിടിച്ചോ. അയ്യോ, ഇതിപ്പോ എന്താണ്ടായേ? എന്റെ സ്വിഫ്റ്റിനും തീ പിടിച്ചോലോ. ഞാൻ അയാളുടെ മേത്തേക്ക് അർപ്പിച്ചിട്ടെ, പക്ഷെ സ്വിഫ്റ്റിനും തീ പിടിച്ചു. ഇതിപ്പോ കണ്ടില്ലേ, പോലീസുകാരും ഇങ്ങോട്ടേക്ക് വന്നു. എന്താ പോലീസുകാരാ, എന്നെ അറസ്റ്റ് ചെയ്യാൻ പോവാണോ? അതൊക്കെ നിങ്ങളുടെ പേരും തോന്നലാ. നിങ്ങളെ കൊണ്ടൊന്നും എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ സിറ്റിയിലെ വലിയൊരു ഗ്യാങ്സ്റ്ററാ. എൻ്റെ അടുത്ത് കളിച്ച ഇങ്ങനെ ഉണ്ടാവും. ഒരാൾക്കും എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ല പിന്നെ നമുക്ക് പിന്നെ 5 സ്റ്റാർ കൊണ്ടിട്ടല്ലോ കിട്ടിയേ. ഇവിടെ പിന്നെ ഇഷ്ടം പോലെ പോലീസുകാർ വരുന്നുണ്ട്, നമുക്ക് എല്ലാത്തിനും തീർത്തളയാം. ഓക്കെ, ഇവിടെ അങ്ങനെ പോലീസൊക്കെ പോയെന്നാ തോന്നണേ. ഇപ്പൊ ഇങ്ങോട്ടേക്ക് ഒരാളും വരുന്നില്ല. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ ബൈക്ക് എടുത്തിട്ട് നേരെ ഷോറൂമിലേക്ക് പോവാം. ആ ഷോറൂമിൽ ആ കാർ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. മിക്കവാറും ആരെങ്കിലും മേടിച്ചോണ്ട് പോയിണ്ടാവും. നമ്മളിപ്പോൾ ഷോറൂമിലേക്ക് വരാനേ ലേറ്റ് ആയേ. ആ പോലീസുകാർ കാരണം ലേറ്റ് ആയേ. ഇവിടെ ഇപ്പോൾ നമ്മൾ ഷോറൂമിലേക്ക് വന്നേക്കാണ്. ആ കാറില്ലേ അവിടെ? എനിക്ക് ഷോറൂമിൽ കാറൊന്നും കാണാനില്ല, 2 ബൈക്ക് മാത്രമേ കാണാവുള്ളൂ. ഹലോ ചേട്ടാ, അതെ, നിങ്ങളുടെ കയ്യിൽ ഒരു RGB സ്കോർപിയോ ഇല്ലേ? എനിക്കത് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആടെ ചേക്കേ, RGB സ്കോർപിയോ അല്ലേ? അത് നിനക്ക് തരാം. ഞാൻ വേണമെങ്കിൽ ഫ്രീ ആയിട്ട് തരാം, നീ പൈസ ഒന്നും തരണ്ട. അതിന് പകരമായിട്ടേ എനിക്കൊരു ചെറിയ പണി ചെയ്യേണ്ടി വരും. എൻ്റെ കയ്യിൽ ഒരു ഫോർച്യൂണർ ഉണ്ട്, നീ പോയിട്ട് ആ ഫോർച്യൂണർ മോഡിഫൈ ചെയ്ത് കൊണ്ടുപോവാ. അന്നേരം ആ RGB സ്കോർപിയോ ഇല്ലേ, അത് ഫ്രീ ആയിട്ട് ഞാൻ തരാം. അത് ശരി, അത് കുഴപ്പമില്ലല്ലോ. ഇവിടെ പിന്നെ ഒരു ഫോർച്യൂണർ ഉണ്ട്, ഇത് അയാളുടെ ഫോർച്യൂണറാ. നമുക്കപ്പോൾ ഈ കാറേ ഒന്ന് മോഡിഫൈ ചെയ്യാം. ഇത് മോഡിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ നമുക്ക് മറ്റേ RGB സ്കോർപിയോ ഇല്ലേ, അത് തരുന്നു, അതും ഫ്രീ ആയിട്ട്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ ഷോറൂമിലേക്ക് പോവാം. ഷോറൂം അല്ല, വർക്ക്ഷോപ്പിലേക്ക് പോവാം. ഇവിടെ പിന്നെ അടുത്തേ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, അതെൻ്റെ കൂട്ടുകാരൻ്റെ വർക്ക്ഷോപ്പാ, ബെന്നിയുടെ വർക്ക്ഷോപ്പ്. നമുക്കപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. ബെന്നി പിന്നെ എല്ലാ വണ്ടികളും പെടയായിട്ട് മോഡിഫൈ ചെയ്യും. ഈ വണ്ടിയിൽ വലിയ ടയറൊക്കെ വെക്കേ. അപ്പോൾ ഇതാണ് ബെന്നിയുടെ വർക്ക്ഷോപ്പ്. നമുക്കപ്പോൾ അകത്തേക്ക് കയറാം, എന്നിട്ട് ഈ വണ്ടി പെടയായിട്ട് മോഡിഫൈ ചെയ്യാം. ഇതിലിപ്പോൾ എന്താ ചെയ്യണ്ടേ? ആദ്യം കളർ മാറ്റാം. കളർ ഏതാ കൊടുക്കുക? റെഡ് കൊടുത്താലോ? റെഡ് വേണ്ട, ഈ ലാവൻഡർ മതി, ഇത് നൈസായിണ്ട്. ഗ്ലാസിൻ്റെ കളറും അതന്നെ കൊടുക്കാം. പിന്നെ ഇതിൻ്റെ വീലാണ്, ആദ്യം അലോയ്സ് മാറ്റാം. ഏത് അലോയ്സ് വയ്ക്കുക? ഇത് മതി, ഈ അലോയ്സ് വില കുഴപ്പമില്ല, അതിനും ആ സെയിം കളർ കൊടുക്കാം. പിന്നെ ഇതിൻ്റെ സൈസ് കൂട്ടാണ്ട. ഇപ്പം നമ്മുടെ വണ്ടിയുടെ ലുക്കില്ലേ, അത് വേറെ ലെവലായിണ്ട്, ഒരു മോൺസ്റ്റർ കാർ പോലെ ആയിണ്ട്. ഇതിലിനി എന്തൊക്കെ ചെയ്യണ്ടേ? സ്റ്റിക്കർ ഒട്ടിക്കണ? സ്റ്റിക്കർ ഒട്ടിച്ച കൊള്ളാവോ? എന്നാലും ഒട്ടിച്ച് നോക്കാം. ഫ്രണ്ടിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു, ഇനി സൈഡിൽ ഒരെണ്ണം ഒട്ടിക്കാം. അവിടെ ഒരു ഒട്ടിച്ചു, ഇനി ഇവിടെയും ഒരെണ്ണം ഒട്ടിക്കാം. പിന്നെ ബാക്കിൽ ഇത് ഈ ഗ്ലാസിൻ്റെ അവിടെയും ഒട്ടിക്കാം. 4 സ്റ്റിക്കർ അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ എന്തൊരു ചെയ്യണ്ടേ? നൈട്രോ ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ സ്മോക്ക് കളറ്, അതും ആ കളറിനെ കൊടുക്കാം. നമ്മളങ്ങനെ വണ്ടി മോഡിഫൈ ചെയ്തു. ഇപ്പം നമ്മുടെ വണ്ടി കാണാനേ നൈസായിട്ടുണ്ട്. ഞാൻ പിന്നെ ഈ വണ്ടിയിൽ നൈട്രോ ഇൻസ്റ്റാൾ ചെയ്തു, അതുകൊണ്ട് ഈ വണ്ടിയെ നല്ല സ്പീഡിൽ പോവും, ഒരു രക്ഷയുമില്ല.
ഇനിയിപ്പോ നമുക്കേ നേരെ ഷോറൂമിലേക്ക് പോവാം. എന്നിട്ട് ഈ കാർ അങ്ങ് കൊടുക്കാം. അന്നേരം നമുക്കേ ആ RGB സ്കോർപ്പിയോ കിട്ടും. അതിനു മുൻപ് ഈ വീഡിയോ ഇതായിരിക്കും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടാ. അത് മാത്രല്ല ചാനൽ ഇതൊരു സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടെ സബ് ചെയ്യുക. നമുക്കപ്പോൾ നേരെ ഷോറൂമിലേക്ക് പോവാം. ഓക്കെ, നമ്മളങ്ങനെ ഷോറൂമിലേക്ക് വന്നേക്കാ. ചേട്ടാ ഇത് നോക്കിയേ, ചേട്ടൻ്റെ വണ്ടി ഞാൻ പെടയായിട്ട് മോഡിഫൈ ചെയ്തു. ഇനി എനിക്ക് ആ RGB സ്കോർപ്പിയോ തന്നേക്ക്. എവിടെയത്? RGB സ്കോർപ്പിയോ അല്ലേ? അത് നിന്റെ വീട്ടിലുണ്ട്. നിന്റെ വീട്ടിൽ ഞാൻ ഡെലിവറി ചെയ്തു. ചെന്ന് നോക്കി നോക്ക്. ആണോ? എന്നാ ശരി, ഞാനപ്പോൾ വീട്ടിലേക്ക് പോവാ. ഇയാൾ പറയണത് ആ സ്കോർപ്പിയോ ഇല്ലേ, അതെന്റെ വീട്ടിൽ ഡെലിവറി ചെയ്തു എന്നാ. എന്നാ പിന്നെ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അല്ല, ഞാനിപ്പോ ഇന്ന് ഈ ട്രാക്ടർ അടിച്ചു മാറ്റിയേ. ഈ ട്രാക്ടറിന് തീരെ സ്പീഡില്ല. എന്തെങ്കിലും ആവട്ടെ, നമ്മുടെ വീട് പിന്നെ ഇവിടെ അടുത്താണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, നമ്മളങ്ങനെ വീട്ടിലേക്ക് വന്നേക്കാ. അയ്യോ, ഇതിപ്പോ എന്താണ്ടായേ? ഈ ട്രാക്ടർ വെള്ളത്തിൽ പോയല്ലോ. എന്തെങ്കിലും ആവട്ടെ. ആ കാർ എവിടെയാ? കാറ് വീട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ എനിക്ക് കാറൊന്നും കാണാനില്ല. ഒരു മിനിറ്റ്, ആ കാർ എവിടെ ഉണ്ട് കേട്ടാ? അപ്പോ ഇതാണ് ആ RGB സ്കോർപ്പിയോ. സംഭവം നൈസ് കാറാണ് കേട്ടാ, ഒരു രക്ഷയുമില്ല. അപ്പോൾ ഇതുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടെ സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.